ജ്യൂസായിട്ടും നമുക്ക് ഷെയ്ക്കായിട്ടും പിന്നെ അത് കൂടാണ്ട് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കണ്ടോ, പഞ്ചാര പോലെ ഇരിക്കണുണ്ടോ, നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഞാൻ കുത്തിയതോട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ്. ഞാൻ ഇപ്പോൾ പാട്ടത്തിനെടുത്ത ഒരു ഏകദേശം 4 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പൊട്ടുവെള്ളരിയാണ് ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം കിട്ടുന്ന കൃഷിയാണ്. കറക്റ്റ് സമയത്ത് കൃത്യമായിട്ട് വിളവെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഏറ്റവും ലാഭം കിട്ടുന്ന കൃഷിയാണ് പൊട്ടുവെള്ളരി കൃഷി. ഒരു 1500 ചുവട് മത്തനാണ് ഇവിടെ ഇപ്പോൾ വെച്ചേക്കണം. ആലപ്പുഴയുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്ന കാഴ്ചകളൊരുക്കി പച്ചപ്പ് നിറച്ച ചേർത്തല പള്ളിപ്പുറം പാടം. കരപ്പുറത്തെ ചൊരിമണലിൽ മിന്നിത്തിളങ്ങി വിളഞ്ഞുകിടക്കുന്ന പൊട്ടുവെള്ളരികൾ. ഇവിടെ കനത്ത വേനൽ ചൂടിലും തളരാതെ പാടത്ത് കൃഷിയിറക്കി വിജയം കൊയ്യുന്ന കർഷകർക്കിടയിൽ കാണാം ഊർജ്ജസ്വലനായ ഒരു യുവ കർഷകനെ. പള്ളിപ്പുറം സ്വദേശികൾക്ക് ഏറെ പരിചിതനായ ചിറയിൽപ്പാടം വീട്ടിൽ രഞ്ജിത്ത്. ചേർത്തല കുത്തിയതോട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ രഞ്ജിത്ത് ഔദ്യോഗിക ജോലി തിരക്കുകൾക്കിടയിലും മണ്ണിനെ അറിഞ്ഞ് മണ്ണിൽ നിന്നും കനകം വിളയിക്കുകയാണ്. കൃഷിയിൽ നിന്നും ലഭിക്കുന്ന സന്തോഷവും സംതൃപ്തിയും മറ്റൊന്നിൽ നിന്നും ലഭിക്കില്ല എന്നാണ് ഈ യുവ കർഷകൻ്റെ അഭിപ്രായം. വിത്ത് മുതൽ വിപണി വരെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായം രഞ്ജിത്തിനൊപ്പമുണ്ട്. 2018 ഒരേക്കറിൽ തുടങ്ങിയ കൃഷി ഇന്ന് 4 ഏക്കറിൽ കൂടുതലായി വ്യാപിച്ചിട്ടുണ്ട്. നിരവധി പാടങ്ങൾ ഉള്ള പള്ളിപ്പുറം പ്രദേശങ്ങളിൽ ഇളവനും മത്തനും വെള്ളരിയുമായിരുന്നു സാധാരണ പ്രധാന വിളയായി കൃഷി ചെയ്തിരുന്നത്. ഇതിനോടുകൂടി കൊടുങ്ങല്ലൂർ പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്തിരുന്ന ഭൗമസൂചിക പദവി നേടിയ പൊട്ടുവെള്ളരിയും തണ്ണിമത്തനും സലാഡ് കുക്കുംബറും കൂടി കൃഷിയിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടാണ് രഞ്ജിത്തിൻ്റെ കാർഷിക മേഖലയിലേക്കുള്ള കടന്നുവരവ്. നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പള്ളിപ്പുറമാണ്. ചേർത്തല താലൂക്കിലെ പള്ളിപ്പുറം പഞ്ചായത്ത്, അവിടെയാണ് ഞാൻ കൃഷി ചെയ്യണത്. പള്ളിപ്പുറത്ത് നിറയെ പാടശേഖരങ്ങളാണ്. പാടശേഖരങ്ങളിലാണ് പ്രധാനമായിട്ടും കൊണ്ടൽ കൃഷി എന്ന പദ്ധതി നടത്തുന്നത്. ഇപ്പോഴാണ് സീസൺ. കണ്ടത്തിൽ വെള്ളം പറ്റി കഴിയാൻ നേരത്താണ് നമ്മൾ കൃഷി ആരംഭിക്കുന്നത്. തരിശായി കിടക്കുന്ന ഒരു ഏക്കർ കണക്കിന് പാടങ്ങൾ പള്ളിപ്പുറത്തുണ്ട്. ഞാൻ ഇവിടെ കൃഷി ചെയ്യണ ഒരു വെറും 4 ഏക്കർ സ്ഥലത്ത് മാത്രമാണ് കൃഷി ചെയ്യണം. എന്നെപ്പോലെ തന്നെ നിരവധി കർഷകർ പള്ളിപ്പുറത്ത് കൃഷി ചെയ്യണമുണ്ട്. നമ്മുടെ പാടശേഖരങ്ങൾ കൃഷി ആരംഭിക്കുന്ന ഡിസംബർ മാസം തൊട്ടാണ് നമ്മൾ പാടശേഖരങ്ങളിൽ ട്രാക്ടർ അടിച്ച് വെള്ളം വലിയണ സമയത്ത് ട്രാക്ടർ അടിച്ച് കൃഷി ആരംഭിക്കുന്നത്. ഡിസംബർ മുതൽ മെയ് വരെ, മഴ പെയ്യുന്നത് വരെ പാടശേഖരങ്ങളിൽ കൃഷി നടക്കുന്നുണ്ടാവും. ഞാൻ ഇപ്പോൾ പാട്ടത്തിനെടുത്ത ഒരു ഏകദേശം 4 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പൊട്ടുവെള്ളരിയാണ് ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊട്ടുവെള്ളരിക്കാണ് ഏറ്റവും കൂടുതൽ വിപണിയുള്ളത്. പൊട്ടുവെള്ളരി, പിന്നെ കുക്കുംബർ, മത്തൻ, ഇളവൻ, വെള്ളരി, വെണ്ട, പയറ്, പടവലം, പീച്ചിൽ, അങ്ങനെ നിരവധി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. തക്കാളി, എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമുക്ക് വിപണനത്തിന് വേണ്ടിയിട്ട് എല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ മത്തനും ഇളവനും വെള്ളരിയും മാത്രമാണ് വെച്ചുകൊണ്ടിരുന്നത്. പള്ളിപ്പുറത്ത് നമുക്ക് പ്രധാനമായിട്ടും 2 രീതിയിലാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കൊണ്ടൽ കൃഷി എന്ന മാതൃക എന്ന് പറഞ്ഞാൽ കണ്ടത്തിലെ ഈർപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തുള്ളി വെള്ളം പോലും പിന്നീട് കൊടുക്കേണ്ടാത്ത രീതിയിൽ നട്ട് പിന്നെ വിളവെടുപ്പ് തീരുന്നവരെ വെള്ളം കൊടുക്കേണ്ടാത്ത രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യണം. അത് പരമ്പരാഗത ഒരു രീതിയാണ്. നമ്മൾ ഈർപ്പത്തോടു കൂടി ഈ മണ്ണ് വെട്ടി ഒരു 2 തൂമ്പ കനത്തിൽ മണ്ണ് വെട്ടിയിട്ട് അതുമേൽ വിത്ത് കുത്തിയിട്ട് 2 ഇല പരുവാകാൻ നേരത്ത്, വിത്ത് കുത്തി ചെടി കിളുത്ത് 2 ഇല പരുവാകാൻ നേരത്ത് നമുക്ക് അടിവളമായിട്ടുള്ള കോഴിവളം റൗണ്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണ് വെട്ടി അതിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 4 ഇല കഴിഞ്ഞിട്ട് പടരാൻ തുടങ്ങുന്ന സമയത്ത് വീണ്ടും കോഴിവളവും
18 കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. അത് കഴിഞ്ഞാൽ പിന്നെ തൂമ്പാപ്പണിയുടെ പരിപാടി തീർന്ന്, ഈ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർന്ന്. പിന്നീട് നമുക്ക് ഇവിടെ പറിക്കാൻ വേണ്ടി വന്നാൽ മതി. പിന്നെ കീടനിയന്ത്രണത്തിനും ബാക്കി കാര്യങ്ങൾക്കായിട്ട് ചെയ്താൽ മതി. പിന്നെ പണി പിന്നെ തീർന്നതാണ് കണ്ടത്. പിന്നെ വിളവെടുപ്പ് മാത്രമാണ് ഉള്ളത്. നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വിളവെടുപ്പ് തീരണ വരെ പിന്നീട് വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ നൂതന കൃഷി രീതിയായ മൾച്ചിങ്ങും ഡ്രിപ്പിങ്ങും ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് കൊണ്ടുപോകണം. കാലം നോക്കി കൃഷി, മേളം നോക്കി ചാട്ടം എന്ന പഴമൊഴി പോലെ കൃത്യമായ സമയത്ത് കൃഷി ഇറക്കണമെന്നും സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നും ഓർമ്മിപ്പിക്കുകയാണ് ഓരോ കർഷകരും. ഓരോ വിളവിനും അനുയോജ്യമായ സമയത്തും ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരുള്ള സമയത്തും വേണം അത് വിപണിയിലേക്ക് ഇറക്കാൻ എന്നതാണ് രഞ്ജിത്തിൻ്റെ രീതി. വേനൽക്കാലത്ത് ശരീരത്തിനും മനസ്സിനും കുളിരേകാനായി പൊട്ടുവെള്ളരിയാണ് പ്രധാന ഇനം. ചൂടുകാലത്ത് ശരീരത്തിന് തണുപ്പ് നൽകുന്നതും ജലാംശം കൂടുതലുള്ളതുമായ വെള്ളരി വർഗ്ഗ വിളയാണ് പൊട്ടുവെള്ളരി. കുറഞ്ഞ ചെലവിലും കുറഞ്ഞ കാലയളവിലും കൃഷി ചെയ്യാൻ പറ്റുന്നതും നല്ല വരുമാനം നൽകുന്നതുമായ ഒരു വിളയാണ് പൊട്ടുവെള്ളരി. വിളവ് അറിഞ്ഞു വേണം പൊട്ടുവെള്ളരിയുടെ വിളവെടുപ്പ് നടത്താൻ. ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം കിട്ടുന്ന കൃഷിയാണ്. കറക്റ്റ് സമയത്ത് കൃത്യമായിട്ട് വിളവെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഏറ്റവും ലാഭം കിട്ടുന്ന കൃഷിയാണ് പൊട്ടുവെള്ളരി കൃഷി. ഇപ്പോൾ നട്ട് വിത്ത് കുത്തി 45 തൊട്ട് 60 ദിവസം കൊണ്ട് വിളവെടുപ്പ് തീർന്ന് നമുക്ക് നല്ല വരുമാനം കിട്ടുന്ന ഒരു കൃഷി രീതിയാണ് പൊട്ടുവെള്ളരി. ഇപ്പോൾ ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന, നമ്മുടെ ശരീരത്തിന് തണുപ്പ് കിട്ടുന്നതും പിന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഫൈബറും ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ വേണ്ടി ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു വിളയാണ് പൊട്ടുവെള്ളരി. കൃഷിയുടെ പരിചയസമ്പന്നതയും കാർഷിക അനുഭവവും പൊട്ടുവെള്ളരിയുടെ വിളവെടുപ്പിൽ നിർണായകമാണ്. വെള്ളരിയുടെ വിളവ് കണ്ടും വെള്ളരിയിൽ കൊട്ടി നോക്കിയുമാണ് ഇതിൻ്റെ വിളവ് മനസ്സിലാക്കുന്നത്. എന്നാൽ പൊട്ടുവെള്ളരി പേര് പോലെ തന്നെ വിളവെടുക്കാൻ താമസിച്ചു പോയാൽ പൊട്ടിപ്പോകും എന്നതിനാൽ അതീവ ശ്രദ്ധ വേണ്ട കൃഷിയാണ്. പാടത്ത് വെള്ളരി പൊട്ടിയാൽ കർഷകന് കനത്ത നഷ്ടമാവും ഫലം. പിന്നെ അത് എടുത്തു മാറ്റുന്നതും ശ്രമകരമായ ജോലിയാണ്. ഇത് കണ്ടോ, പൊട്ടുവെള്ളരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിപ്പോകാതെ കൃത്യസമയത്ത് വിളവെടുപ്പ് നടത്തി അത് വിപണനം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന അതാണ് പൊട്ടുവെള്ളരിക്ക്. ഇത് നമ്മൾ വിളവെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പൊട്ടണതിന് ഒരു 2-3 ദിവസം മുന്നേ എടുത്ത് നമുക്ക് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്താലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വിജയം നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് സമയം കഴിഞ്ഞ് ഇവിടെ കിടന്ന് കറക്റ്റ് ദിവസം എടുത്തില്ല ഇത് പൊട്ടി പാടത്ത് തന്നെ കിടന്ന് നശിച്ചു പോവുകയുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ വിപണനം ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം നമുക്ക് കിട്ടും. പൊട്ടുവെള്ളരി നേരിട്ട് കഴിക്കാം. കൂടാതെ ജ്യൂസായും ഷേക്കായും ഉപയോഗിക്കാവുന്നതാണ്. പൊട്ടുവെള്ളരിയും പാലും ഏലക്കാപ്പൊടിയും കശുവണ്ടിയും ചേർത്ത പൊട്ടുവെള്ളരി ഷേക്ക് വളരെ രുചിയേറിയ ഒരു പാനീയമാണ്. വേനൽക്കാല വിപണികളിലെ സ്ഥിരം താരവുമാണ്. പാതയോരങ്ങളിൽ നിരവധി വിൽപ്പനശാലകൾ പൊട്ടുവെള്ളരിയും പൊട്ടുവെള്ളരി ഷേക്കുമായും സജീവമാണ്. പൊട്ടുവെള്ളരിയോടൊപ്പം കർഷകരുടെ കൃഷിയിടങ്ങളിൽ വിളഞ്ഞ മറ്റു പച്ചക്കറികളും വിപണനത്തിനുണ്ടാവും. ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള വിൽപ്പനയായതിനാൽ ഇരു കൂട്ടർക്കും ലാഭകരമായ കച്ചവടമാണ് ഇവിടുത്തെ വിൽപ്പനശാലകളിൽ. ഓരോ പ്രദേശങ്ങൾക്കുമനുസരിച്ച് കൃഷിരീതികളിലും വ്യത്യസ്തതയുണ്ട്. പരമ്പരാഗത കൃഷിരീതികളും ആധുനിക കൃഷിരീതികളും ഒരുപോലെ ചെയ്യുന്ന കർഷകൻ കൂടിയാണ് രഞ്ജിത്ത്. എന്നാൽ പാടങ്ങളിൽ പരമ്പരാഗത കൃഷിയായ കൊണ്ടൽ കൃഷിക്കാണ് മുൻഗണന നൽകുന്നത്. കൊണ്ടൽ കൃഷി എന്നത് പള്ളിപ്പുറത്തിൻ്റെ പ്രാദേശികമായി അറിയപ്പെടുന്ന തനത് കൃഷിരീതിയാണ്. വിത്ത് കുത്തുന്നത് മുതൽ വിളവെടുക്കുന്നതുവരെ ഒരു തുള്ളി ജലസേചനം ആവശ്യമില്ലാത്ത വ്യത്യസ്തമായ കൃഷിരീതിയാണ് കൊണ്ടൽ കൃഷി. ഇവിടെ പൊട്ടുവെള്ളരിയോടൊപ്പം തന്നെ ചെയ്യുന്ന മറ്റൊരു പ്രധാന കൃഷിയാണ് കുക്കുംബർ അഥവാ വെള്ളരിക്ക. വർഷം മുഴുവൻ നിരവധി ആവശ്യക്കാരാണ് കുക്കുംബറിനുള്ളത്. നേരിട്ടും സലാഡായും നിരവധി ആളുകളുടെ ഇഷ്ടവിഭവമാണ് കുക്കുംബർ. വിപണിയിൽ എന്നും ആവശ്യക്കാരുള്ളതും
സ്ഥിരമായ വില ലഭിക്കുന്നതുമായ ഒരു ഇനം കൂടിയാണിത്. സ്നോ വൈറ്റ് ഇനം കൂടാതെ നാംധാരിയുടെ പച്ച നീളൻ ഇനം കൂടി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റൊരു കൃഷിയാണ് മത്തൻ. പരിപാലനം നന്നേ കുറവ് മതി എന്നതും പാടങ്ങളിൽ മികച്ച വിളവ് ലഭിക്കും എന്നതും മത്തൻ കൃഷിയുടെ മേന്മയാണ്. 1 കിലോയിൽ താഴെ തൂക്കമുള്ള കണിമത്തൻ എന്നറിയപ്പെടുന്ന അമ്പിളി മത്തൻ അഥവാ സുന്ദരി മത്തനും നാടൻ മത്തനും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കണിമത്തൻ പ്രധാനമായും വിഷുക്കാല വിപണിയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മത്തങ്ങ മാത്രമല്ല, മത്തൻ്റെ പൂവും തളിരിലയും കൊണ്ടുള്ള തോരനും അതീവ രുചികരവും ഗുണമേന്മയേറിയതുമായ വിഭവമാണ്. ഇത് വാങ്ങുന്നതിനായി ധാരാളം ആളുകൾ തോട്ടത്തിലെത്താറുണ്ട്. നട്ട് ഒരു 60ാമത്തെ ദിവസം വിളവെടുക്കാൻ പാകത്തിനുള്ളതാണ്. ഇപ്പം നമ്മൾക്ക് കായും പൂവൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞ് കായ പറിച്ചു തുടങ്ങാം. വെച്ചിട്ട് ഇപ്പോൾ ഒരു 45 ദിവസം കഴിഞ്ഞു. ഒരു 1500 ചുവട് മത്തനാണ് ഇവിടെ ഇപ്പോൾ വെച്ചേക്കണം. ഇവിടുന്ന് ആ അറ്റം വരെ മത്തൻ കൃഷിയാണ്. മത്തൻ്റെ പൂവും പൂ തൊട്ട് എല്ലാ ഭാഗങ്ങളും കഴിക്കാം. ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു പച്ചക്കറിയാണ് മത്തൻ. മത്തങ്ങ കഴിക്കാം, മത്തയുടെ കൂമ്പ് കഴിക്കാം, മത്തയുടെ എല്ലാ തോരൻ ചിക്കി കഴിക്കാം. പൂ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റിയൊരു വിളയാണ്. ഈ വേനൽക്കാലത്ത് വിളവെടുപ്പിനു വേണ്ടി 3500 ചുവട് പൊട്ടുവെള്ളരിയും 1500 ചുവട് തണ്ണിമത്തനുമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കൂടാതെ 1000 ചുവട് കുക്കുംബറും 500 ചുവട് വീതം വെണ്ടയും പയറും മത്തനും ഇളവനും പാടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്നതിനായി പ്രധാനമായും പാടങ്ങളിൽ മഞ്ഞക്കെണി അവിടങ്ങളിലായി വച്ചിട്ടുണ്ട്. പരമ്പരാഗത കൃഷിരീതിയായ കൊണ്ടൽ കൃഷി കൂടാതെ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതിയിലും രഞ്ജിത്ത് കൃഷി ചെയ്യുന്നുണ്ട്. 4 ഏക്കറുകളിലായി കപ്പ, കോവൽ, പടവലം, പീച്ചിൽ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിയുമുണ്ട്. വിപണനം സുഗമമാകണമെങ്കിൽ കൂടുതൽ ഇനം പച്ചക്കറികൾ വേണം. എല്ലാ പച്ചക്കറികളും ഒരിടത്ത് തന്നെ ലഭിച്ചാൽ കൂടുതൽ ആളുകൾ തേടിയെത്തും. അതിനാൽ ഒരുവിധം എല്ലാ ഇനങ്ങളും രഞ്ജിത്ത് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പള്ളിപ്പുറം കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണയും വിപണനത്തിനായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ സഹായത്താൽ ഒരു വിൽപ്പനശാലയും രഞ്ജിത്തിന് നൽകിയിട്ടുണ്ട്. നമ്മളെ കൃഷിഭവൻ വഴി അവർക്ക് നമ്മളെ പഞ്ചായത്തിൽ നിന്നും വികസന ഫണ്ടിൽ നിന്നും കിട്ടുന്ന പച്ചക്കറി കൃഷിക്കുള്ള സബ്സിഡി അവർക്ക് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ കർഷകർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ആനുകൂല്യം കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഇവർക്ക് ഒരു പ്രധാന ഒരു വിഷയം ഈ ഉണ്ടാക്കുന്ന പച്ചക്കറി മുഴുവനായിട്ടും വിറ്റഴിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഈ ഇവിടുത്തെ കർഷകർ കൂടുതലും അവർക്ക് സന്തുഷ്ടരാണ്. അപ്പം സാധാരണയായിട്ട് അവരിവിടെ വിപണനം സൗകര്യം ഒരുക്കുന്നത് നമ്മുടെ റോഡ് സൈഡുകളിൽ വെച്ച് നമ്മുടെ പ്രാദേശികമായിട്ട് വിറ്റഴിക്കുന്ന ഒരു സ്വഭാവമാണ് അവർ കാണിക്കുന്നത്. അതിനുകൂടിയുള്ള ഒരു സൗകര്യം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കർഷകരെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. ഈ രഞ്ജിത്ത് എന്ന കർഷകൻ ഒരു ജീവനക്കാരൻ എന്നതിലുപരി കൃഷിയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പം ഈ പുതുതലമുറ കൃഷിക്കാർക്ക് കൂടുതൽ ഒരു മാന്യമായ കൃഷിയിൽ നിന്നും മാന്യമായ ലാഭം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് രഞ്ജിത്ത് കാണിച്ചു കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അഘോരമായ ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നല്ല വിളവ് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുന്നു, നല്ലൊരു വരുമാനവും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നു. അപ്പം പുതുതലമുറ കൃഷിക്കാർക്ക് ഒരു മികച്ച ഒരു ഉദാഹരണമാണ് നമ്മുടെ രഞ്ജിത്ത് എന്നുള്ളത്. ഇവിടെ പള്ളിപ്പുറം, പാണാവള്ളി, തൈക്കാട്ടുശ്ശേരി, പെരുമ്പളം, അരുക്കുറ്റി 5 പഞ്ചായത്തുകളാണുള്ളത്. അതിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പള്ളിപ്പുറത്ത് രഞ്ജിത്തിൻ്റെ കൃഷിത്തോട്ടത്തിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഹൈബ്രിഡ് പച്ചക്കറിക്കും പിന്നെ പ്ലാസ്റ്റിക് മൾച്ചിങ്, പിന്നെ സപ്പോർട്ടിങ് വെജിറ്റബിൾ പന്തൽ, അങ്ങനെ പച്ചക്കറി കൃഷിക്കായിട്ടുള്ള എല്ലാ ധനസഹായങ്ങളും നമ്മൾ ചെയ്തു വരുന്നു.
പിന്നെ ഇത് വിപണനത്തിനായി നമ്മളൊരു മൊബൈൽ വെൻഡിങ് കാർട്ട് നമ്മൾ രഞ്ജിത്തിന് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഇത് നല്ല രീതിയിൽ വിപണനം ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു നല്ലൊരു കർഷകനാണ് രഞ്ജിത്ത്. അതുപോലെ തന്നെ നമ്മുടെ കൃഷിഭവൻ്റെ എല്ലാ സഹായങ്ങളും നമ്മൾ ഇവിടെ പള്ളിപ്പുറത്തുള്ള എല്ലാ കർഷകർക്കും നമ്മളിവിടെ ചെയ്തു വരികയാണ്. രഞ്ജിത്തിൻ്റെ കുടുംബം മുഴുവൻ കൃഷിയിൽ പങ്കാളികളാണ്. അച്ഛനും അമ്മയും ഭാര്യയും ചേട്ടനും അനിയനുമെല്ലാം കൃഷിയിടത്തിലുണ്ടാകും. പാടം ഒരുക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ കാർഷിക വിജയം. രഞ്ജിത്ത് നല്ല രീതിയിൽ പച്ചക്കറി നടുന്നുണ്ട്. അവൻ 10 വർഷമായിട്ടുണ്ട് അവൻ്റെ ജോലി സംബന്ധിച്ച് തുടങ്ങിയതാണിത്. പിന്നെ അതിൻ്റെ ഒപ്പം ഞങ്ങൾ വീട്ടിലുള്ളവരും എല്ലാവരും അവനുമായിട്ട് കൂട്ടായ്മയോടുകൂടി ചെയ്യും. അവൻ്റെ കൊച്ചിച്ചനും അതെ, കൊച്ചിച്ചൻ്റെയൊക്കെ ഒരു നല്ല സഹായമുണ്ട്. ചിറ്റയും കൊച്ചിച്ചനും എല്ലാവരുമായിട്ട് നല്ല സഹായമുണ്ട്. പിന്നെ അവന് ഭയങ്കരമായിട്ട് വന്ന് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന് ഉള്ള കഷ്ടപ്പാടാണ്. സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ. അത് കൃഷിയിടം ഒരുക്കുന്നത് മുതൽ ഇതിൻ്റെ ഫലമെടുക്കൽ, അതിൻ്റെ വിപണനം, എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട് നിന്നുകൊണ്ട് അവനെ സഹായിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ വളരെയധികം അധ്വാനിക്കുന്ന ഒരു വ്യക്തി ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ അവനോടുകൂടി സഹായിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു ഐക്യം ഇതിലുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ വിജയം തന്നെ. നമ്മുടെ ഫാമിലിയിലുള്ള അമ്മ, അനിയൻ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് അവനെ സഹായിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു വിജയം ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. ഇത് കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അവസാനം വരെ ഞങ്ങൾക്കൊരു ഉത്സവം പോലെ തന്നെയാണ്. അപ്പോൾ അതിൽ ഉൾപ്പെട്ട് നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ചേർത്തല അരുക്കുട്ടിലെ കൃഷിഭവൻ സമീപം ഞങ്ങൾ ചെറിയൊരു വിപണന കേന്ദ്രം അവിടെ ചെറിയതിലുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റവും നമ്മൾ അവിടെ തന്നെ ഇട്ട് വിൽക്കും. നമ്മുടെ നാട്ടുകാരുടെ സഹായത്തോടെ തന്നെ അത് വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നല്ലൊരു സന്തോഷമാണ്. വിപണനം പ്രധാനമായും നേരിട്ട് തന്നെയാണ്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്താൽ വിപണനത്തിനായി കച്ചവട കേന്ദ്രം നൽകിയിട്ടുണ്ട്. അമ്മയ്ക്കാണ് വിപണനത്തിൻ്റെ ചുമതല. ചേർത്തല അരൂർ പാതയിൽ പള്ളിപ്പുറത്ത് റോഡിൻ്റെ വശങ്ങളിലായി വിപണനത്തിനായി ചെറിയ ഒരു ഷെഡ് ഒരുക്കിയിട്ടുണ്ട്. കച്ചവടക്കാർ തോട്ടത്തിൽ നിന്നും നേരിട്ട് വാങ്ങുകയാണ്. അടുത്തുള്ള ജില്ലകളിൽ നിന്നും നിരവധി ആവശ്യക്കാരാണ് പച്ചക്കറികൾ അന്വേഷിച്ചു വരുന്നത്. കരപ്പുറത്തെ ചുരിമണലിൽ, പഞ്ചാരമണലിൽ പൊരുതി കനകം വിളയിക്കുന്ന കർഷകരുടെ ദിനങ്ങളാണ്. ഇവരുടെ അധ്വാനത്തിൻ്റെ ഫലം പാകമായ സമയമാണ്. കൃഷി ലാഭകരമാകണമെങ്കിൽ കൃഷിയെ മനസ്സിലാക്കണം. ശരിയായ രീതിയിൽ ചെയ്താൽ കൃഷി ഒരു മികച്ച ബിസിനസ്സാണ്. യുവാക്കൾ മണ്ണിലേക്ക് തിരിഞ്ഞു നോക്കണം, കൃഷിയുടെ സാധ്യതകൾ മനസ്സിലാക്കണം എന്നാണ് രഞ്ജിത്തിന് പറയാനുള്ളത്. ഔദ്യോഗിക ജോലി തിരക്കുകൾക്കിടയിലും മണ്ണിനോട് ചേർന്ന് ജീവിതം കണ്ടെത്തിയ, മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്ന ഈ യുവകർഷകൻ നാടിനാകെ മാതൃകയാണ്. പോലീസ് സ്റ്റേഷനിലെ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും നൽകുന്ന പിന്തുണയും പ്രചോദനവും കൃഷിയുടെ വിജയത്തിലും നിർണായകമായി. കൃഷിയിൽ നിന്നും ലഭിക്കുന്ന ഊർജവും സന്തോഷവും മാനസിക ഉല്ലാസവും, അതാണ് ഈ നിയമപാലകന്റെ ജീവിതം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 9496715441.